മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം തന്നെയാണ് ഞാൻ വന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടായാലും അവരായാലും അത് ആ ക്ലാരിറ്റി കിട്ടിയിട്ട് ശേഷം ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന് ശേഷമാണ് വ്യക്തത തന്നു കഴിഞ്ഞത്. അതിനകത്ത് ഒരുപാട് എന്താ പറയുക അന്തർനാടങ്ങൾ അതിൽ പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണ ഒരു കേസാണ്. കക്ഷി രാഷ്ട്രീയത്തിലല്ല, ഞാൻ വിഷയാധിഷ്ഠമായിട്ടാണ് നിലപാടെടുക്കാറ്. അപ്പം ഞാനൊരു പ്രോ ലെഫ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ലെഫ്റ്റ് രീതിയിൽ നിന്ന് മാറുന്നു എന്ന് കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി ലെഫ്റ്റിനെയാണ് വിമർശിക്കാറ്. അപ്പോൾ എന്നെ കോൺഗ്രസ് ആയിട്ടൊക്കെ കാരണം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെഫ്റ്റാണ് പലപ്പോഴും. അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയും നമ്മൾ പ്രതിപക്ഷ സ്വരമാണെന്ന് ചിലപ്പോൾ ഒന്നായി പോയേക്കാം. അപ്പോൾ നമ്മളെ കോൺഗ്രസ് കളത്തിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഒരു നേതാവിൻ്റെ ആളാക്കിക്കൊണ്ടൊക്കെ പറയും. പക്ഷേ നാളെ അത് കാലം മാറുമ്പോൾ അത് ബോധ്യപ്പെട്ടോളും. BJP-ക്കെതിരെ ഇഷ്ടംപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു എനിക്ക് എപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇടത് പ്രൊഫൈലുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ എല്ലാ സീമകളും കടന്നിട്ടുള്ള അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ഷോ ബിസിനസ് ആകുമ്പോൾ ആ ഷോ ബിസിനസ്സിനെ എങ്ങനെ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ മാധ്യമപ്രവർത്തനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറ്റുന്ന രൂപത്തിലാണല്ലോ 24 വന്ന മുതൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായിട്ടുണ്ട്. ചില വിമർശനങ്ങളൊക്കെ ശരിയായിരിക്കും. അവർക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം പുച്ഛമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഞാൻ തിരുത്തേണ്ട കാര്യമാണല്ലോ. ഞാൻ അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഒച്ച ഉയർത്തി പോയിട്ടുണ്ടാകും. ചില സമയത്ത് അപ്പുറത്തുനിന്ന് ഒച്ച ഉയരുമ്പോൾ സ്വാഭാവികം നമ്മുടെ ഒച്ച ഉയരും. റിപ്പോർട്ടർ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടാണ് ക്യൂവിനൊപ്പം. സ്വാഗതം. കൈരളിയുടെ മാധ്യമ പ്രവർത്തകൻ ആരംഭിക്കുന്നു. പിന്നീട് വിവിധ ചാനലുകൾ വഴി ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തന രംഗത്ത് അവതാരകയായും മാധ്യമ പ്രവർത്തകയായും ഒക്കെ റിപ്പോർട്ടറായിട്ടൊക്കെ ഫീൽഡിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ അവതാരക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു എഡിറ്റോറിയൽ ബോർഡ് പ്രതിനിധി കൂടെ ആകുമല്ലോ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അവിടുത്തെ അവരുടേതായ ഒരു ചായവും പക്ഷവും രാഷ്ട്രീയമൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ഈ സംഘർഷത്തെ ശരിക്കും എങ്ങനെ അഭിമുഖീകരിക്കുന്നത്? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഓരോ സ്ഥാപനത്തിൽ ഞാൻ 2000 കൈരളി തുടങ്ങുമ്പോഴാണ് കൈരളിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അത് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഒരു ഇടതുപക്ഷ ചാനലാണ്, CPM-ൻ്റെതായ ചാനലാണ്. അപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ ചായവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചാനലായിരുന്നു. പക്ഷെ അത് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രഗത്ഭരായ ജേർണലിസ്റ്റുകൾ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് ട്രെയിനിയായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു എന്താ പറയുക ശിഷ്യത്വത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് ഒരു പ്രോ CPM എന്ന ലൈനിലല്ല അവർ തുടങ്ങിയത്. ഇപ്പോൾ ഏഷ്യാൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന മട്ടിലാണ് അതിനെ നയിക്കാൻ വന്ന ആളുകളൊക്കെ, രാജഗോപാൽ സാറിനെ പോലുള്ളവരൊക്കെ അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. NP ചെക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അപ്പോൾ അതിൻ്റെതായ ഒരു മെച്ചം അതിൻ്റെ ഒരു തുടക്കകാലത്ത് നമുക്ക് അതിൻ്റെ പഠനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുന്നോറും അത് അങ്ങനെയല്ല, അങ്ങനെ ഒരു സാധ്യമാകില്ല, അത് ഒരു CPM ചാനൽ തന്നെ എന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രവർത്തിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. അങ്ങനെ പിന്നെ ഞാനത് ഒരു ഗ്യാപ്പ് എടുത്തു. ഒരു 7 വർഷം അവിടെ പണിയെടുത്ത ശേഷം ഒരു 2-3 മാസം ഗ്യാപ്പ് എടുത്ത ശേഷം പിന്നെ ഇന്ത്യ വിഷനിലേക്ക് വരും. നമ്മളിപ്പോൾ ഓരോ ചാനലിലേക്ക് പോകുമ്പോഴും അതത് മാനേജ്മെൻറ്റുകളുടെ താല്പര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഭയങ്കരമായ രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ ഇന്നതേ ചോദിക്കാവൂ, ഇന്ന കാര്യങ്ങളെ ചെയ്യാവൂ എന്ന മട്ടിൽ എനിക്ക് ഇതുവരെ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ സ്മൃതിയുടെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ മീഡിയ 1, മാതൃഭൂമി, മനോരമയിൽ ദീർഘകാലം, പിന്നീട് നികേഷ് സാറുള്ള സമയത്ത് റിപ്പോർട്ടറിൽ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് ക്രൈസിസ് വരുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. അപ്പോൾ ഈ അതിൻ്റെ ഒരു പക്ഷവും രാഷ്ട്രീയമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും മാച്ച് ആവാത്ത, അതല്ലെങ്കിൽ വളരെ വൈവിധ്യം നിറഞ്ഞ സ്ഥലങ്ങളിലാണല്ലോ. അപ്പൊ ഇതേ സ്ഥലങ്ങളിലൊക്കെ അവരുടെ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായി പ്രതിനിധിയെ സംസാരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളത്? അല്ല, ഞാൻ ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിൽ തന്നെ ഞാൻ പണിയെടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കൈരളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ 7 കൊല്ലത്തിന് ശേഷം ഇറങ്ങി. അതിനുശേഷം ഒരു ചെറിയ മാസങ്ങളുടെ ഗ്യാപ്പിന് ശേഷം ഇന്ത്യ വിഷനിലേക്ക് പോകുന്നു. ഇന്ത്യ വിഷൻ എന്ന് വെച്ചാൽ ഒരു വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരുന്നു. ഭയങ്കര ആവേശം, ചെറുപ്പക്കാരായ റിപ്പോർട്ടർമാർ, ഡെസ്കിലായാലും എപ്പോഴും ബഹളമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും. എന്താ പറയുക, നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ വാർത്തകൾ കൊടുക്കുക, വളരെ സാങ്കേതികമായി കുറച്ച് പിന്നാക്കാവസ്ഥ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ആളുകളുടെ ജോലിയിലുള്ള ഒരു താല്പര്യം, ആവേശം, ചെറിയ ഡെസ്ക് ആണെങ്കിൽ ആ ഡെസ്കിലുള്ള ഓട്ടം, അത് ഭയങ്കര രസമുള്ള കാലമായിരുന്നു. ഒരു കൊല്ലം കൃത്യം ഞാൻ ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യ വിഷനിൽ. പക്ഷെ ആ ഒരു കൊല്ലം എനിക്ക് നന്നായി തന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും എനിക്ക് മനോരമയിൽ നിന്ന് ഓഫർ കിട്ടി.
മനോരമയിൽ ഞാൻ 3 കൊല്ലമാണ് ഉണ്ടായിരുന്നത്. ഓരോ സ്ഥലത്തും ഈ പറഞ്ഞ മാതിരി വ്യത്യസ്ത രീതികൾ എന്ന് പറഞ്ഞാൽ മനോരമ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള, അതേസമയം വളരെ നിശബ്ദമായി പണിയെടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ബഹളങ്ങളുള്ള ഒരു സ്ഥലത്ത് നിന്ന് ബഹളങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു ശ്വാസം മുട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വളരെ കൂളായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന 3 കൊല്ലം അവിടെ പണിയെടുത്തു. അപ്പോഴാണ് റിപ്പോർട്ടർ നികേഷ് സാർ എന്നെ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടായി. അപ്പം ഇന്ത്യ വിഷനിൽ കുറെ കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിൽ പുറത്ത് കടന്ന് നികേഷ് സാറിന്റെ തന്നെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ പറയുന്ന ആ ഒരു ആവേശം ഊർജ്ജം ഉണ്ടാവും എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് റിപ്പോർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ റിപ്പോർട്ടറിലും ഞാൻ ഈ പറയുന്ന മാതിരി വളരെ ചുരുങ്ങിയ കാലയളവേ ഉണ്ടായിട്ടുള്ളൂ. അത് തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടെയുള്ള കാലം നന്നായി പെർഫോം ചെയ്യാൻ പറ്റി. അതുപോലെ ചർച്ചകളുണ്ടായിരുന്നു, പല വാർത്തകളായ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്നായി പെർഫോം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കാണ് മാതൃഭൂമി തുടങ്ങുന്നത്. മാതൃഭൂമിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാലം പണിയെടുത്തിട്ടുള്ളത്, 10 വർഷം. മാതൃഭൂമിയിലേക്ക് വരുമ്പോഴും അങ്ങനെ ഈ പറയുന്ന മാതിരി ഇപ്പോൾ ഇന്ത്യ വിഷനിലായാലും റിപ്പോർട്ടറിലായാലും അങ്ങനെ ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് സ്വതന്ത്രമായ സംവിധാനമാണ്. അതിനുശേഷം മാതൃഭൂമിയിലേക്ക് വരുമ്പോഴും അതിൻ്റെ ഈ എന്താ പറയുക മാനേജ്മെന്റിൻ്റെതായ ചില സമ്മർദ്ദങ്ങൾ, ചില വിഷയങ്ങളിലൊക്കെ വളരെ ചുരുക്കം, അല്ലാതെ ചർച്ചകളിൽ ഇടപെടുകയോ നിങ്ങൾ ഇന്ന വാർത്ത കൊടുക്കരുതെന്ന് പറയുന്നതൊക്കെ വളരെ ചെറിയ സന്ദർഭങ്ങൾ, അതെന്തെങ്കിലും സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് അവിടെ പണിയെടുത്തിരുന്നത്. അവിടെ 10 കൊല്ലം ആയി കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റൈലായി. അപ്പം അത്രയും കാലം എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ ഒരു അവിടെ നിന്ന് സ്വിച്ച് ചെയ്യാൻ തോന്നി. അങ്ങനെ തോന്നി കഴിയുമ്പോൾ മീഡിയ വൺ ഓഫർ, ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഓഫർ വന്നതാണ്. അങ്ങനെ മീഡിയ വണ്ണിലേക്ക് പോയി. മീഡിയ വണ്ണും ഈ പറഞ്ഞ മാതിരി വളരെ ചുരുങ്ങിയ കാലമായിരുന്നു, ഒരു വർഷമായിരുന്നു. പക്ഷെ അവര് ഒരു വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട സമയം, അതായത് ഞാൻ ജോയിൻ ചെയ്ത് ഒരു മാസത്തിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഈ കേസൊക്കെ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടാണ് എന്നെ എടുത്തതെന്നൊക്കെയുള്ള കഥകളൊക്കെ പുറത്തു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വളരെ വളരെ നല്ല മാനേജ്മെന്റും എനിക്ക് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ ഇതുവരെ സമ്മർദ്ദപ്പെടുത്തുകയോ പിന്നെ ഇന്ന കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ പക്ഷത്തുള്ള ഒരാളെ കൂടെ ചർച്ചയിൽ ഇരുത്തണം എന്ന് മാത്രമേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇടപെടുന്ന ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ ആ ഒരു സമരത്തിനൊപ്പം നിൽക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയ മുന്നേറ്റത്തിന് നിൽക്കാൻ പറ്റി. അതൊരു നിലപാടാണല്ലോ. ആ നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തെ എന്താ പറയുക, അതിനെ എന്താ പറയുക, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു രീതിയിലാണ് കേന്ദ്ര സർക്കാരിന് ഇടപെടലുണ്ടായത്. അപ്പൊ അതിൽ വലിയ പിന്തുണ പുറത്തുനിന്നും കിട്ടി. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ സമരകാലത്തായിരുന്നു. നമ്മളെ പലയിടത്തും പ്രസംഗിക്കാൻ പോകുന്നു, ഈ വിഷയം അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു സംഭവകരമായ ഒരു വർഷമായിരുന്നു കടന്നുപോയത്. അപ്പോഴാണ് റിപ്പോർട്ടർ വീണ്ടും തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അനിൽ സാർ എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് അത് വേറൊരു തന്നെ ഒരു പദ്ധതിയാണ്, വലിയൊരു ആലോചനയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കുന്നു. ഈ റിപ്പോർട്ടർ ടിവിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തത്. നമ്മൾ ചാനലിന്റെ ഒരു പൊതു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ചാനലിൽ നമ്മൾ ധർമ്മത്തിനും നീതിക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ച, ഇപ്പോഴും കോടതി കുറ്റവിമുക്തരാക്കാത്ത ഒരു മാനേജ്മെന്റ് നയിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മറ്റൊരു തരത്തിൽ നോക്കിയാൽ മാധ്യമപ്രവർത്തകർക്കെതിരായ വെല്ലുവിളികൾക്കെതിരെ സംസാരിച്ച്, അതല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾ നടത്തിയ സ്മൃതി ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് പരിഹരിച്ചത്? ഇല്ല, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായ ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം തന്നെയാണ് ഞാൻ വന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടായാലും അവരായാലും അത് ആ ക്ലാരിറ്റി കിട്ടിയിട്ട് ശേഷം ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ശേഷമാണ് അത് വ്യക്തത തന്നു കഴിഞ്ഞത്. അതിനകത്ത് ഒരുപാട് എന്താ പറയുക അന്തർനാടങ്ങൾ അതിൽ പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സാധാരണ ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മൾക്ക് എന്താണ് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിലും ഇടപെടൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ആ തരത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന, മാത്രമല്ല മറ്റു സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായി എനിക്ക് ഈ സ്ഥാപനത്തിൽ തോന്നിയിട്ടുള്ള കാര്യം, നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നിലപാട് പറയാം എന്നുള്ളൊരു ഒരു പരിപാടി തുടങ്ങുകയാണല്ലോ. അത് മീറ്റ് എഡിറ്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റും അന്ന് അനിൽ സാറിനാണ് തുടങ്ങിയത്. അപ്പോൾ ആ കോൺസെപ്റ്റ് നമ്മൾ ആദ്യം വിചാരിച്ചു, ഒരിക്കലും നമുക്ക് എപ്പോഴും നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുന്ന ആൾക്കാരെ നിലപാട് കേൾക്കാനേ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. നമ്മളെ എന്തിനു കേൾക്കണം, നമ്മൾ ചോദ്യം ചോദിക്കേണ്ട ആൾക്കാർ മാത്രമല്ലേ, അത് കാണാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ എഡിറ്റർ കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു അഭിപ്രായമായിരുന്നു. പക്ഷെ അവരെല്ല നമ്മൾ നോക്കി നോക്കൂ, അതിനാണ് ആളുണ്ടാവുക എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് അതൊരു നാടകമാണെന്നും സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പല രീതിയിൽ അഭിപ്രായങ്ങൾ പല ബുദ്ധിജീവികളുടെ അടുത്ത് നിന്നുണ്ടായി. ഈ ജേർണലിസ്റ്റിൽ തന്നെ സീരിയസ് ആയി പണിയെടുക്കുന്ന ആളുകളുടെ അഭിപ്രായം ആയിട്ടുണ്ടായി. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി തോന്നുന്നു അങ്ങനെ സ്ക്രിപ്റ്റഡ് അല്ല,
പക്ഷേ അത് ചില സമയത്ത് അതിന്റെ റൂൾസ് നമ്മൾ അലിഖിതമായി എഴുതി വെച്ചിരിക്കുന്ന റൂൾസ് ഒക്കെ ചിലപ്പോൾ അത് കടന്ന് ബ്രേക്ക് ചെയ്ത് പോകുന്ന ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു അത്രയേ ഉള്ളൂ. ആ ചർച്ചയിൽ നടക്കുന്ന ആ ഒരു സംഘർഷം തോന്നിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് പക്ഷേ ആശയങ്ങൾ നിലപാടുകളുടെ ഒരു സംഘർഷമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിലല്ല, ഞാൻ വിഷയാധിഷ്ഠമായിട്ടാണ് നിലപാടെടുക്കാറ്. അപ്പം ഞാനൊരു പ്രോ ലെഫ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ലെഫ്റ്റ് രീതിയിൽ നിന്ന് മാറുന്നു എന്ന് കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടി ലെഫ്റ്റിനെയാണ് വിമർശിക്കാറ്. അപ്പോൾ എന്നെ കോൺഗ്രസ് ആയിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെഫ്റ്റാണ്. അച്ഛൻ ദേശാഭിമാനിയിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. അമ്മയും മുംബൈയിലാണ് പഠിച്ചതും ജോലി ചെയ്തൊക്കെ. അമ്മയും അവിടെ അഹല്യാരംഗനേക്കറും അവരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ സമരങ്ങളിലൂടെ കടന്നുപോയ കാലമൊക്കെ അമ്മ പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം എൻ്റെ ചെറുപ്പകാലമായാലും കമ്മ്യൂണിസ്റ്റ് രീതിയിലാണ് ജീവിക്കേണ്ടത്. EMS ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, EMS ഇങ്ങനെ പറഞ്ഞ പോലെ പാടുള്ളൂ എന്നൊക്കെ അച്ഛൻ അങ്ങനെയാണ് വീട്ടിൽ വളർത്തിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കാലം വരെ എൻ്റെ കാത് കുത്തിയിട്ടില്ല, അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഒരു നിർബന്ധിതമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിർബന്ധിതമാക്കരുതല്ല ഒരു കാര്യങ്ങളും. പക്ഷെ അച്ഛനും പിന്നെ ബോധ്യമായി തോന്നുന്നു. പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പോയി കാതൊക്കെ കുത്തി ആഭരണങ്ങൾ അണിയാൻ തുടങ്ങി. പിന്നെ അമ്പലത്തിൽ ഞാനിപ്പോൾ ഒരു ഭക്തയാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തമായ തീരുമാനം എന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷെ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ ജീവിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നിലപാടിൽ നിന്നൊക്കെ പോകുമെന്ന് സംശയം തോന്നുമ്പോൾ നമ്മൾ കുറച്ചുകൂടി രൂക്ഷമായി വിമർശിക്കുന്നത്. നമ്മളെ ഒരു കോൺഗ്രസ്സുകാരിയാക്കുന്നു. ഞാൻ ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. മാധ്യമങ്ങൾ പൊതുവെ പ്രതിപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതെന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടിക്കൊപ്പം നിൽക്കണം എന്നുള്ളതല്ല. പലപ്പോഴും അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയും നമ്മുടെ പ്രതിപക്ഷ സ്വരം ചിലപ്പോൾ ഒന്നായി പോയേക്കാം. അപ്പൊ നമ്മളെ കോൺഗ്രസ് കളത്തിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഒരു നേതാവിന്റെ ആളാക്കിക്കൊണ്ടൊക്കെ പറയും. പക്ഷെ നാളെ അത് കാലം മാറുമ്പോൾ അത് ബോധ്യപ്പെട്ടോളും. ആ ഒരു ഭരണത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കാന്ന് അറിയാലോ. അന്ന് ലെഫ്റ്റ് ആയിരിക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്നതെങ്കിൽ ലെഫ്റ്റിന് മനസ്സിലാവും നമ്മൾ അങ്ങനെയല്ലായിരുന്നു. കാലം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ രാഷ്ട്രീയ വിമർശനങ്ങളുടെ കാര്യം സംസാരിക്കുമ്പോൾ ഒരു സ്മൃതി തന്നെ പറഞ്ഞു ഇടതുപക്ഷത്തെയാണ് കൂടുതൽ വിമർശിക്കുന്നത് എന്നുള്ളത്. ഈ ഘട്ടത്തിൽ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സതീശന്റെ വക്താവ് എന്ന രൂപത്തിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഇടത് പ്രൊഫൈലുകൾ എപ്പോഴും സ്മൃതിയെ ഉയർത്തി കാണിക്കുന്നത്, എപ്പോഴും ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ആളെന്ന നിലക്ക്. അപ്പോൾ ഏത് വിഷയം വരുമ്പോഴും സർക്കാരിനെതിരെ സംസാരിക്കണം എന്നുള്ള ഒരു പ്രതിപക്ഷ സ്വഭാവം സ്മൃതി കീപ്പ് ചെയ്യാറുണ്ടോ? സർക്കാരിനെതിരെ ഇപ്പോഴും സംസാരിക്കണം എന്നില്ല. സർക്കാരാണല്ലോ പ്രവർത്തിക്കേണ്ടത്. സർക്കാർ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ സ്വരമായിട്ട് നമ്മൾ വിമർശിക്കും. ഇനി അപ്പുറത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കോൺഗ്രസിൽ ഇപ്പോൾ NM വിജയന്റെ മരണം ഉണ്ടായി. അത് ഞാൻ 3 ദിവസം ചർച്ചയ്ക്ക് എടുത്തു. അപ്പോഴൊന്നും ചർച്ചയ്ക്ക് എടുത്തല്ലോ എന്ന രൂപത്തിൽ ആരും കാണുന്നില്ല. അതിനെ ആ രൂപത്തിൽ കാണാൻ തയ്യാറാകുന്നില്ല. പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്ത കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർക്കിടയിൽ ആരാണ് നേതാവ് എന്നുള്ള തർക്കങ്ങളും അതും ഞാൻ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിൽ നിന്ന് വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല. കോൺഗ്രസ് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ എപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തിരിക്കുന്നു. മോദിക്കെതിരെ എത്ര ചർച്ച നടത്തിയിരിക്കുന്നു. ഞാൻ ആന്റി BJP ആണെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്. BJPക്കെതിരെ ഇഷ്ടംപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒരു എനിക്ക് എപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇടത് പ്രൊഫൈലുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ എല്ലാ സീമകളും കടന്നിട്ടുള്ള അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ തുടങ്ങുന്ന ഘട്ടത്തിൽ ഓറിയന്റേഷൻ ക്യാമ്പിന്റെ അവസാന ദിവസം എല്ലാവരും കൂടി ഒന്ന് സന്തോഷിച്ച് ഡാൻസ് ചെയ്തതിനെ ഞാൻ ദൃശ്യം പുറത്തു വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് പുറത്തുപോയ ആളാണ് ആ ദൃശ്യം പുറത്തു വിട്ടത്. എന്തായാലും ഞാൻ പറയുന്ന ഒരു പബ്ബിൽ കളിക്കുകയാണ് എന്ന മട്ടിൽ എൻ്റെ കൂടെ അവിടെ നിന്ന് കൈകൂട്ടുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്നും ചാനലുകളിൽ ലൈവ് നിൽക്കുന്ന റിപ്പോർട്ടർമാരടക്കമുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനെന്നൊരു വ്യക്തി മാത്രമാണെന്നും ഞാനൊരു സ്ത്രീയാണെന്നും സ്ത്രീ അഴിഞ്ഞാടുകയാണെന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്ന വൃത്തികെട്ട ഇതിൽ വന്നിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡിലുകളാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, വിഷമമുണ്ടാക്കി. ഞാൻ പിന്നെ കേസിനൊന്നും പോയില്ല. കാരണം ഇത്തരം ഒരുപാട് കേസുകളും പരാതികളൊക്കെ കൊടുത്ത് അതിൻ്റെ ഒരു കാലതാമസം കൊണ്ട് മടുപ്പ് വന്നുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ലെഫ്റ്റിൽ നിന്ന് പോയി ലെഫ്റ്റിനെ വിമർശിക്കുന്നവരെ സഹിക്കില്ല. അത് ഞാൻ ഈ പറയുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളോ അല്ലെങ്കിൽ CPM-ലെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ അല്ല കേട്ടോ. ഈ പറയുന്ന ലെഫ്റ്റിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സൈബർ കൂട്ടം അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ ലെഫ്റ്റിൽ നിന്ന് പോയി ലെഫ്റ്റിനെ വിമർശിക്കുന്നവരെ ഒരിക്കലും അംഗീകരിക്കില്ല. ഇനി അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, സ്ഥിരമായിട്ട് അപ്പുറത്തുള്ള ഒരാളാണെങ്കിൽ അത്രയും അവർക്ക് പ്രശ്നമല്ലാന്ന് തോന്നും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഇപ്പൊ സ്മൃതിക്കെതിരെ റിപ്പോർട്ടറിനെതിരെ പൊതുവായി വരുന്ന ഒരു വിമർശനമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആരോപണ വിധേയരായ ആളുകളെ മോർണിംഗ് സെഷനിൽ ലൈവിൽ കൊണ്ടുവരുന്നു. അവരോട് അതിൻ്റെ എല്ലാ സാങ്കേതികമായ കാര്യങ്ങളും ആ സാഹചര്യങ്ങളും ഇപ്പൊ ഹേമ കമ്മിറ്റി വിഷയത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു തരം ഒരു വിചാരണ ചെയ്യൽ എന്നൊരു വിമർശനം വരാറുണ്ടല്ലോ. പലപ്പോഴും
അതിനെതിരെ WCC അടക്കം ഒരു സമയത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ മൊഴി പരസ്യമായി ചോദിക്കുന്നു, അത് എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു അതിജീവിതമാരായ ആളുകൾ, അതല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളെ ലൈവിൽ കൊണ്ടുവന്നിരുത്തി പരസ്യമായി ഓൺ എയറിൽ ചോദ്യം ചെയ്യുന്ന ആ ഒരു സംവിധാനം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം ഉണ്ടല്ലോ. നടി ആക്രമിക്കപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ മാതൃഭൂമിയാണ് ആ വിഷയം അന്ന് ആ ഘട്ടത്തിൽ അത് കൊണ്ടുവന്നിരുന്നതും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിയായി ദിലീപ് എന്ന പേരിലേക്ക് എത്തുന്നത് പോലും അതിലെ ചർച്ചകളാണ്. അതിലൊരു പേരിൽ അവിടെയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമിയിൽ അയക്കുന്ന സമയത്ത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ്. അത് അന്ന് പ്രക്ഷേപണം ചെയ്യാൻ തയ്യാറായത്, ആ പ്രതികരണം കൊടുക്കാൻ തയ്യാറായത് ആ ഘട്ടത്തിൽ അന്നത്തെ റിപ്പോർട്ടാണ്, അന്ന് വിനീകേഷ് കുമാർ മാത്രമുള്ള സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് നമ്മുടെ റിപ്പോർട്ടർ റോഷിപാൽ ഇന്നും ഉണ്ട്. അപ്പോൾ റോഷിപാലാണ് അത് കൊണ്ടുവരികയും അഭിമുഖം എടുക്കുകയും പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് പോയി. അപ്പോൾ റിപ്പോർട്ടറിന് രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ റിപ്പോർട്ടറാണ് അതിൻ്റെ കൂടെ സ്റ്റാൻഡ് ഉണ്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് WCCയും ആ നിലയ്ക്ക് തന്നെയാണ് റിപ്പോർട്ടിനെ കാണുകയും ചെയ്തിരുന്നത്. പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ, ആ റിപ്പോർട്ട് പുറത്തേക്ക് എങ്ങനെയാണ് വന്നത്? അത് വന്നത് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഉണ്ടായിരുന്നു. 2-3 റിപ്പോർട്ടർമാരേ ഉള്ളൂ. തുടക്കം മുതൽ അത് പുറത്തു വരണമെന്നും അത് അവിടെ പൂട്ടിവെച്ചിരിക്കുകയാണെന്നും അതിലെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് ആഗ്രഹിച്ചത് WCC ആണ്. WCCയിലെ അംഗങ്ങൾ തന്നെയാണ് നമ്മളോട് അതിൽ ആവശ്യപ്പെടുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ എല്ലാ കാലത്തും അവർക്കൊപ്പമേ നിന്നിട്ടുള്ളൂ. അപ്പം പിന്നെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ആദ്യം കിട്ടുമ്പോൾ അതിനെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കും. WCCയിലെ ചില അംഗങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ വന്ന് സംസാരിച്ച സ്ത്രീകളൊക്കെ തന്നെയും അവരൊന്നും തന്നെ ഈ ഹേമ കമ്മിറ്റിക്ക് പരാതി നൽകിയ ആളുകളല്ല. ഇവരിതിനിടയ്ക്ക് അതിൻ്റെ ഗൗരവം ചോർത്തുന്ന ആളുകളായിരുന്നു. അങ്ങനെ ഗൗരവം ചോർത്തുകയും അത് വേറൊരു തന്ത്രം ഉപയോഗിച്ചിട്ട് ഈ ആരോപണം ഉന്നയിക്കുകയും അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത വളരെ ചുരുക്കം പേരാണ്, 2-3 പേരുണ്ട്. അവരാവശ്യമില്ലാതെ കേസ് കൊടുക്കുന്നു, പരാതിപ്പെടുന്നു. അപ്പോൾ അവരുടെ പരാതിയുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള യഥാർത്ഥത്തിൽ ഈ മോർണിംഗ് ഷോയിലൊക്കെ രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഒരു സൈഡ് എന്നുള്ളത് ഇപ്പോ അതിൽ വന്ന് പരാതി പറഞ്ഞ ചില പെൺകുട്ടികൾക്കെതിരായ പെൺകുട്ടികൾ കൊടുത്ത പരാതികൾ പോലീസ് അതോ കോടതി കൊടുത്ത് കോടതി അവരെ കുറ്റവിമുക്തരാക്കിയ നടന്മാരെ വാർത്ത നമ്മൾ നിവിൻപോളിന്റെ കേസിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ അങ്ങനെ വന്ന് സംസാരിച്ച എല്ലാവരും ഒരു ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചവരാണ് എന്ന്, അല്ലെങ്കിൽ വ്യാജ പരാതി കൊടുത്തവരാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. നരേഷൻ കൂടെ വരുമല്ലോ. ഇല്ല, നരേഷൻ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, പരിഹാസരാകുന്ന രീതിയിൽ ചില ആളുകൾ ചില ഘട്ടങ്ങളിൽ പരാതിയുമായിട്ട് വന്നു. അത് ആ പരാതിയല്ല, യഥാർത്ഥത്തിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ച കുറെ ആളുകൾ. സ്ത്രീവിരുദ്ധമായതുകൊണ്ട് ഞാൻ അതിലെത്ര ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിലും അവരെ ഒരു തരത്തിലുള്ള ഇരകളായിട്ടാണ്, വേറൊരു തരത്തിലുള്ള ഇരകളായിട്ടാണ് ഞാൻ കാണുന്നത്. അവരിപ്പോഴും അവര് അത് വേറെ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഹേമ കമ്മിറ്റി, അതിൻ്റെ പരാതികളുടെ ഗൗരവം, അതിന്മേൽ എടുക്കാൻ പോകുന്ന നടപടികൾ, അതിൻ്റെയൊക്കെ ഒരു അന്തസത്ത ചോർത്തുന്ന രീതിയിൽ ഒരു 2-3 കേസുകൾ വന്നു. അപ്പോൾ അവർ വന്ന് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനമുണ്ടോ എന്ന രൂപത്തിലേക്ക് ആ ചർച്ചകൾ പോകും. ഞാൻ അത്തരം ചർച്ചകൾ നടത്തിയിട്ടില്ല. ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത്. മോർണിംഗ് ഷോയിലേക്ക് വരുന്നത് ഈ പറയുന്ന ആ സമയത്ത് വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾ അവർ തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് താല്പര്യപ്പെട്ട ഒരാളുടെ എന്താ പറയുക, പുറംപോച്ച് പൊളിക്കുകയാണ് ചെയ്ത ഒരു ചർച്ചയിൽ. അതോടുകൂടി അവരത് പ്രശ്നമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ രണ്ടാമത്തെ ഘട്ടം പറഞ്ഞത് ഈ പരാതിയായിട്ട് പോയത് നമ്മൾ എന്താണ് പരാതിക്കാരുടെ എതിരെ ചെയ്യുന്നു എന്ന രൂപത്തിൽ, അത് ഞാൻ പറഞ്ഞത് ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും ആ തെറ്റിദ്ധാരണ മാറുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി WCCയിലെയും ദീദിയൊക്കെ ആയിട്ട് എനിക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. വളരെ നന്നായി തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. അപ്പൊ എന്നെ ആ രൂപത്തിൽ കാണുമെന്നും ഞാൻ കരുതുന്നു. ഓക്കെ, ഈ സ്കൂൾ കലോത്സവത്തിന്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVക്കെതിരെ അരുൺകുമാറിനെതിരെ ഒരു കേസ് വരുന്നു. അതിൽ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. ആ കേസിന്റെ വശങ്ങളെ മാറ്റിവെച്ചാൽ അത്തരം പ്രയോഗങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിനിധികളിൽ നിന്ന് ഉണ്ടാകരുതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, അരുൺ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ലൈവ് ആണല്ലോ, 24 മണിക്കൂർ ലൈവ് പോകുന്നതിൻ്റെ കുറേ പരിമിതികൾ എല്ലാ ചാനലുകൾക്കും ഉണ്ട്. ഇപ്പം മുമ്പാണെങ്കിൽ ഒരു സ്റ്റോറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് തിരുത്തി കൊടുത്ത് എഡിറ്റ് ചെയ്ത് അത് കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം എല്ലാം തത്സമയമാണ്. അപ്പോൾ ലൈവാണ് നമ്മളെപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ലൈവ് കൊടുക്കുമ്പോൾ പലപ്പോഴും എഡിറ്റ് ചെയ്യപ്പെടുന്നില്ല.
അപ്പോൾ ഈ പറഞ്ഞ മാതിരി തുടങ്ങുന്ന ആളുകളൊക്കെയാണ് അതൊക്കെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒന്ന് ജോലി ചെയ്ത് തുടങ്ങുന്ന ഒരാൾക്ക് പറ്റിയ അബദ്ധം നിലയ്ക്ക് വേണമെങ്കിൽ അതിനെ കാണാനാണ് ഞാൻ പറയുന്ന അതൊന്നും ശരിയായ പ്രവണതയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതിപ്പോൾ ഒരു തരം എന്താ പറയുക, ഈ സ്കൂൾ കലോത്സവത്തിന്റെ റിപ്പോർട്ടിൽ അതിനെ കൗതുകരമാക്കാൻ വേണ്ടി എല്ലാവരും തമ്മിലുള്ള മത്സരങ്ങളുണ്ട്. ഏത് ചാനൽ നോക്കിയാലും ആ സ്റ്റോറികളും അതിന്റെ ലൈവ് ആയാലും അയ്യോ ഇത് മാധ്യമ പ്രവർത്തനമാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ എനിക്കൊന്നും, ഞാൻ കുറച്ചുകൂടെ പഴയ തലമുറ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നേ ഇല്ല കേട്ടോ. അതിൽ കുറേ കുഴപ്പങ്ങളാണ്. ആ കുഴപ്പങ്ങൾ തിരുത്തിയാണ് നമ്മൾ പോകുക. അത് ആ തിരുത്തൽ എന്ന് പറയുന്നത് സമൂഹത്തിലാകെ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അതിന് കാണുന്നത്. അല്ല, ട്രെൻഡാണ്. അതായത് ഇങ്ങനെയുള്ള വാർത്തകൾ കാണാനാണ് ആൾക്കാരുള്ളത്. കാഴ്ചക്കാരനനുസരിച്ചിട്ട് ചാനലുകൾ മാറണതോ ചാനലുകൾ കാഴ്ചക്കാരനെ ആ രൂപത്തിൽ മാറ്റിയെടുക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുന്നുള്ള കാര്യം ഒരു വശത്ത് വെക്കുന്നു. ഇപ്പുറത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യം, വാണിജ്യ പരമായിട്ട് കൂടി ഇതിനെ കാണുകയാണല്ലോ. ഇത് അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ഷോ ബിസിനസ് ആകുമ്പോൾ ആ ഷോ ബിസിനസ്സിനെ എങ്ങനെ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്താം, കാഴ്ചക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ മാധ്യമപ്രവർത്തനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം മാറ്റുന്ന രൂപത്തിലാണല്ലോ 24 വന്ന മുതൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ നല്ല വശങ്ങളും ഉണ്ടാവും, മോശം വശങ്ങളും ഉണ്ടാവും. അതിങ്ങനെ പോകെ പോകെ അത് നന്നായി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില പോരായ്മകളാണ്. പിന്നെ ഈ പോക്സോ കേസ് എന്നൊക്കെ പറയാൻ മാത്രം എന്താണ് അതിലുണ്ടായിട്ടുള്ളത്, അതാണ് കോടതിയും ചോദിച്ചത്. അങ്ങനെ അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ചില കാര്യങ്ങളും ചില പദ്ധതികളും അതിലൊക്കെ ഒരു ഐക്യപ്പെടലും ഒക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ മാതിരി മത്സരത്തിന്റെ ഭാഗമായിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ബാർക്കിൽ മുന്നോട്ട് വരികയും 5ാം സ്ഥാനത്ത് നിന്ന് പിന്നെ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വേഗത്തിലാകുന്നു എന്നുള്ളത് ഒരു അലോസരം സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നല്ല ട്രെൻഡ് അല്ല അത്. ഞാൻ ഇതിലെല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പിഴവുകൾ ഉറപ്പായിട്ടുണ്ട്, പിഴവുകൾ തിരുത്തിയിട്ടാണ് പോകുക. പക്ഷെ ഈ പറയുന്ന പോലെ അതീവ ഗുരുതരമായ കേസുകൾ എടുക്കേണ്ട കാര്യങ്ങളൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല. ഞാനൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ളത്, ഈ ഷഹബാസ് ചെയ്ത മണവാട്ടിയെ കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു. പിന്നീട് അതിന്റെ തന്നെ കട്ട് പോർഷനും റീൽ പോർഷനും ഒക്കെ റിപ്പോർട്ടറിന്റെ പ്ലാറ്റ്ഫോമുകളിൽ വരും. അപ്പൊ ഈ എഡിറ്റോറിയൽ സംവിധാനത്തിൽ സ്വാഭാവികമായും കടന്നു പോയിട്ടല്ലേ ഇപ്പൊ ഈ കണ്ടന്റ് പുറത്തു പോകുന്നത്? ഇല്ല, നമ്മൾ എഡിറ്റോറിയൽ ബോർഡൊന്നും അത് കാണുന്നൊന്നുമില്ല. അതങ്ങനെ കടന്നു പോവാണ്. സ്റ്റോറി ലൈവ് പോകുന്നു, അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പോഴേക്കും അതിന് ആ സമയത്ത് വലിയ സ്വീകാര്യത. ഇവര് തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഒപ്പന ടീമും ഇവരും ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. ആ കുട്ടികളും അവരെ പഠിപ്പിച്ച മാഷും ഇവരൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ആ പ്ലാൻ ചെയ്തത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നു. അതൊന്നും ശരിയായ രീതിയല്ല. ഒരു സ്കൂൾ കുട്ടിയാണ് എന്നുള്ള തോന്നലാണ് അതിനകത്ത് വേണ്ടത്. മണവാട്ടി എന്ന് പറയുമ്പോൾ മണവാട്ടി എന്ന് മാത്രം ആലോചിക്കും. ഷാബാസ് ചെറിയ പയ്യനാണല്ലോ, അവനിപ്പോ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവനൊരു മാധ്യമ പ്രവർത്തനം നടത്താനേ പാടില്ല. ആ കുട്ടി അങ്ങോട്ട് തീരണം എന്ന രൂപത്തിലൊക്കെ ചർച്ചകൾ നടത്തുന്നത് ശരിയായ രീതിയല്ല. മറ്റൊരു വിമർശനം ആ കാര്യത്തിൽ വന്നിട്ടുള്ളത്, ഇത്തരം വിഷയങ്ങൾ വന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അതിനെക്കുറിച്ച് റിപ്പോർട്ടർ TV ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം കേസ് എടുത്ത് അതിൽ പോലീസ് നടപടി പുരോഗമിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷൻ നടപടി പുരോഗമിക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തെക്കുറിച്ചും മോർണിംഗ് ഷോ മുതൽ മീഡിയ എഡിറ്റേഴ്സ് വരെ സംസാരിക്കുന്ന റിപ്പോർട്ടറിന്റെ പ്രതിനിധികൾ ആരും ഇക്കാര്യം അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അല്ല, ഞങ്ങളിപ്പം ആ കേസിന്റെ സ്വഭാവത്തിലേക്ക് അത് ചർച്ച ചെയ്യണം നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ബാക്കി വരുന്ന നിയമപരമായിട്ട്, കാരണം ആ രൂപത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അത് ഇപ്പം നിലവാരവുമായി ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിൽ ആ ചർച്ച വേറെ നടത്താം. ആ ചർച്ച വേണമെങ്കിൽ വേറെ നടത്താം. ഇതങ്ങനെയല്ലോ, ഇത് കേസിലേക്ക് പോവുകയും ഒരു പോക്സോ കേസ് എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ പോക്സോ കേസിന് ഇല്ല എന്ന് പറഞ്ഞ് ചർച്ച നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിയമപരമായി നേരിടുക എന്നുള്ളത് മാത്രമാണ് പിന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മതിയല്ലോ, കഴിഞ്ഞിട്ട് മതി, വേണമെങ്കിൽ ആ ചർച്ചയാകാം എന്ന് നമ്മൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന അഭിപ്രായം നമുക്കും ഉണ്ട്, ചില രീതികൾ മാറേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം. ഇതുകൊണ്ട് ഒരു പോസിറ്റീവായി എല്ലാവരിലും അങ്ങനെ ഒരു ആലോചന വരട്ടെ. ഞങ്ങൾ മാത്രം നടത്തുന്നല്ലോ, എല്ലാവരിലും ആലോചന വരട്ടെ. പിന്നെ ഇനിയിപ്പോൾ ഇതിന്റെ ഗൗരവത്തോടെ കാണാനും ഒരു പിഴവ് വരുത്താതിരിക്കാനും ഉള്ളൊരു പാഠമാകും എല്ലാവർക്കും. SFIയുടെ സംസ്ഥാന ഭാരവാഹി അനുശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ചർച്ച എന്നോട് ഇടപെടലൊക്കെ ഉണ്ടാവും, ഇത് പ്രസംഗിക്കാൻ ഇത് പാർട്ടി വേദിയല്ല എന്നുള്ളത്. പൊതുവെ സ്മൃതിയുടെ ചർച്ചകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അതിഥികളോട് പുച്ഛഭാവത്തിൽ സംസാരിക്കുന്ന ആളാണ് എന്നുള്ളത്. പക്ഷേ സ്മൃതി നേരത്തെ തന്നെ ചർച്ചയിൽ എടുക്കുന്ന സ്റ്റാൻഡർഡിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. അപ്പൊ ഇപ്പോഴും സ്മൃതിയുടെ ഒരു സംസാരത്തെക്കുറിച്ചും ശൈലിയെക്കുറിച്ചും ഒക്കെ ആളുകൾ ഇത്ര മൈന്യൂട്ടായിട്ടുള്ള വിമർശനം വരുന്നുണ്ടല്ലോ. അത് ശരിക്ക് ഏത് കാരണം കൊണ്ടായിരിക്കും തോന്നിയിട്ടുണ്ടോ? അല്ല, ചില വിമർശനങ്ങളൊക്കെ ശരിയായിരിക്കും. അവർക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം പുച്ഛമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഞാൻ തിരുത്തേണ്ട കാര്യമാണല്ലോ. ഞാൻ അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഒച്ച ഉയർത്തി പോയിട്ടുണ്ടാകും, ചില സമയത്ത് അപ്പുറത്തുനിന്ന് ഒച്ച ഉയരുമ്പോൾ സ്വാഭാവികം നമ്മുടെ ഒച്ച ഉയരും. അതൊരു ദേഷ്യവും ബഹളം, പ്രവർത്തനം തുടങ്ങിയ ഒരു പെൺകുട്ടിയാണ്, വളരെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടിയാണ്.
പക്ഷേ എൻ്റെ ചോദ്യങ്ങൾ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ചോദ്യം കേൾക്കാത്ത പോലെ പഠിച്ചു വെച്ച പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അവർ തുടക്കമായിരിക്കാം ചർച്ചയിൽ വരുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ചോദ്യം കേൾക്കാണ്ടായപ്പോൾ എനിക്കും കുറച്ച് ഇറിറ്റേഷൻ വന്നു. ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു. അതിൻ്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതൊന്നും ആ കുട്ടി മനസ്സിൽ വെച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ കുഴപ്പങ്ങളായി തന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാനത് കുറേയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ചില വിഷയങ്ങൾ വരുമ്പോൾ പക്ഷെ ചിലപ്പോൾ അത് അങ്ങനെ നിൽക്കാറില്ല. ഈ കൈരളിയിലൂടെ ഒരു ചർച്ചകൾ തുടങ്ങിയ ആളാണ്. ഇപ്പൊ ഇത്രയും വർഷമായി ചർച്ചകൾക്ക് വന്ന മാറ്റങ്ങളും ചർച്ചയുടെ രീതി, സ്വഭാവം, ഈ പാനലിസ്റ്റുകളുടെ പെരുമാറ്റം, ഇതിലൊക്കെ മൊത്തത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ചർച്ചകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ചർച്ച നമ്മൾ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ച തുടക്കത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു, അന്ന് ഉപചോദ്യം ചോദിക്കാനൊന്നും നമുക്ക് അപ്പൊ തോന്നില്ല. നമ്മൾ പഠിച്ചു വെച്ച് ചോദിക്കുകയാണ്, പേടിച്ചിട്ടൊക്കെയാണ് ആദ്യ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നത്. പിന്നെ അന്നൊന്നും ഭയങ്കര തർക്കങ്ങളോ വലിയ ബഹളങ്ങളോ ഇല്ല. വന്നിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും യുവാക്കളെ വിടാൻ തുടങ്ങി. നല്ല ഊർജ്ജത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലുള്ള ചർച്ചകളിലേക്ക് പോയി. അതും നല്ല രൂപത്തിൽ തന്നെ പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പി സി ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ചർച്ചകളിൽ വരികയും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അപ്പോൾ അതിനോടൊക്കെ നമ്മൾ രൂക്ഷമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം വന്നപ്പോൾ അവരുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് പ്രതിയുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വരികയും അങ്ങനെ ആ ചർച്ച ആ രൂപത്തിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഓരോ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എല്ലാ പാർട്ടികൾക്കും ചർച്ചകൾക്ക് മാത്രമായിട്ടൊരു പാനലുണ്ട്. അവർ തന്നെ പ്രതിനിധികളെ അയക്കും. അങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്. പിന്നെ കുറെ കൂടി ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്താലും ഭയങ്കര അസഹിഷ്ണുതയാണെന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ചർച്ച പോയിട്ടില്ലെങ്കിൽ ഇനി ചർച്ചയ്ക്ക് ആളെ തരില്ല എന്ന് പറയുക. പിന്നെ ബഹിഷ്കരണം, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്കും തെറ്റയ്ക്കും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വിമർശനം വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. ചില ആളുകളെ നമുക്ക് സഹിക്കില്ല, അപ്പോൾ നമ്മൾ അവരെ വേണ്ട എന്ന് പറയും. അത് അവർ കേൾക്കാറുമുണ്ട്. അതൊക്കെ പോട്ടെ. ചില സമയത്ത് ചില വിഷയങ്ങൾ ഇന്ന വിഷയം എടുത്താലേ ഞങ്ങൾ ആളെ തരുമെന്ന് പറയും. ആ രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത് ഖേദകരമാണ്. അത് ചെയ്തുകൂടാ. നമ്മുടെ വിഷയം തീരുമാനിക്കാനുള്ള ഇത് നമ്മളുടേതാണല്ലോ. അതെങ്കിലും നമ്മുടെ ഇതാണല്ലോ. അപ്പൊ അതിൽ ഇടപെടുന്ന രീതിയിലൊക്കെ ചില സമയത്തെങ്കിലും പോകാറുണ്ട്. പിന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് പരിഹരിക്കപ്പെടും പലപ്പോഴും. പക്ഷെ അതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ ചില മാറ്റങ്ങൾ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ചർച്ചയിൽ നിലവാരം കൂടിയോ എന്നൊക്കെ ചോദിച്ചാൽ മൊത്തത്തിൽ സമൂഹത്തിൽ എങ്ങനെ നിലവാരം കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്, അങ്ങനെയും കൂടെ നോക്കണമല്ലോ. ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ മാത്രമേ പ്രത്യേക ഒരു നിലവാരം ഉയരുകയും നിലവാരം കുറയുകയും അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് മാധ്യമങ്ങളെയും അത് ബാധിക്കും. പക്ഷെ മാധ്യമപ്രവർത്തനം എന്നുള്ള സംവിധാനത്തിന് സവിശേഷമായ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിനെ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടത്. അത് അതിന്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളത് മാധ്യമപ്രവർത്തനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. വാണിജ്യ താല്പര്യം ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും വാണിജ്യ താല്പര്യം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി എന്താണ് മാധ്യമപ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. രണ്ടും കൂടി ചേരുന്ന ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്. ആ സ്പേസ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ബഹിഷ്കരണം. ആദ്യം അവർ അനൗദ്യോഗികമായി ബഹിഷ്കരിക്കുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയം ബന്ധപ്പെട്ട റോഷി ബാലിന്റെ ഒരു പരാമർശത്തിൽ. പിന്നീടാണ് ഇപ്പോൾ ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സ്റ്റാഫായിരുന്ന ആളുകൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ KPCC ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ബഹിഷ്കരണ സംവിധാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നതിന് റിപ്പോർട്ടർ പ്രതിനിധി നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം റിപ്പോർട്ടറിന്റെ ഭാഗം കൂടെ. അല്ലെ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ബഹിഷ്കരണം ഒന്നും ശരിയായ രീതിയല്ല. ഇപ്പം അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാകും, നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട്. രണ്ടും കൂടെ പറയാനുള്ള വേദിയാണ് പലപ്പോഴും ചർച്ചകൾ. അപ്പം അവർക്ക് അവരുടെ സ്പേസിൽ വന്ന് അവർക്ക് പറയാനുള്ള, അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കുകയാണെങ്കിൽ കൂടി വന്ന് പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, സ്പേസ് ഉണ്ടല്ലോ. അപ്പൊ അത് ശരിയായ രീതിയിൽ അവർ മറ്റന്നാൾ അത് മനസ്സിലാക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചാനൽ ചർച്ചയുടെ സ്വഭാവങ്ങൾ മാറിയപ്പോൾ ആങ്കറുടെ ഒരു ഒരുക്കങ്ങൾ, അതുപോലെ പെർഫോമൻസ്, ഇതുകൂടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ടുണ്ടല്ലോ. കാരണം ആങ്കർ ഈ തേച്ചൊട്ടിക്കലും റോസ്റ്റിങ്ങും ഇതൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു ചർച്ചയുടെ ഒരു ആകത്തുക വരുന്നത്. അപ്പൊ ഈ ഫീഡ്ബാക്കുകൾ നോക്കാറുണ്ടോ? അതെങ്ങനെയാണ് അതിന്റെ? ഞാൻ അങ്ങനെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് നോക്കേണ്ട ഫീഡ്ബാക്ക് ആണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഞാൻ അങ്ങനെ കാണുന്നില്ല. പലപ്പോഴും അതിന്റെ യൂട്യൂബ് നമ്മൾ എത്ര പേര് കാണുന്നത് ജസ്റ്റ് നോക്കിപ്പോയാൽ അതിന്റെ താഴെയുള്ള കമന്റുകൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് അത് ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ ചർച്ച എങ്ങനെയാക്കി കളയാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊക്കെ കമന്റ് ഇടുന്നവരെ അത് നോക്കാറില്ല. പിന്നെ ഗൗരവത്തിലുള്ള വിമർശനങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കാണുകയും ചെയ്യുന്ന
കുറച്ച് സീരിയസ് ആയ ആളുകൾ തരുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അത് ഗൗരവത്തിൽ തന്നെ എടുക്കാറുണ്ട്, അത് വിലമതിക്കുന്നുമുണ്ട്. അതല്ലാതെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും മാധ്യമപ്രവർത്തകരായിരിക്കും എന്നുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ അവർക്കറിയാം ഞങ്ങളെക്കാൾ നല്ല മാധ്യമപ്രവർത്തകർ ഞങ്ങളാണ് ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകർ, സാമൂഹ്യ മാധ്യമത്തിൽ എന്തും ഇടാമെന്നൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന് പറയും, നമ്മളെ അങ്ങ് ആക്ഷേപിക്കുകയും ചെയ്യും. പിന്നെ ഈ പറയുന്ന തേച്ചൊട്ടിക്കുക എന്നുള്ള പ്രയോഗം അതിനേക്കാളും വൃത്തികെട്ട ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ട്, ഒന്നും പറയാൻ പോലും താല്പര്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ചർച്ചയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അത് ഷെയർ ചെയ്യുകയും അതിന് താഴെ വൃത്തികെട്ട കമന്റ് ഇടുകയും അതിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത് ഒരിക്കലും ഉപയോഗിക്കാത്ത ഭാഷയൊക്കെ ആയിരിക്കും. വളരെ മോശം ഭാഷയിൽ അപ്പുറത്തെ ആളെ വിളിക്കുന്നതായിട്ടൊക്കെയാണ് അവർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ ഏതൊരു ചർച്ച ഇതുമാതിരി കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ ഒരു വാചകം അതിൽ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്, ഇതിനൊന്നും എതിരെ ഒരു 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 കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സാമൂഹ്യ ഈ മാധ്യമം. ആസ്ഥാന ഗസ്റ്റുകൾ എന്നുള്ളത് പലപ്പോഴും ഒരു ട്രോളായിട്ട് വരുന്ന കാര്യം കൂടിയാണ്. കാരണം നിരീക്ഷകൻ എന്ന പേരിൽ അതാത് ടോപ്പിക്കിനനുസരിച്ച് ഒരേ ആളെന്നെ നിരീക്ഷകനായി വരുന്നു. പലപ്പോഴും RSSന് പരസ്യമായി അനുകൂലിക്കുന്ന ആളുകളെ പോലും ഒരു പൊതു നിരീക്ഷകൻ എന്ന രൂപത്തിലേക്ക് ചാനലുകൾ അവരുടെ ടൈറ്റിൽ നൽകേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ഗസ്റ്റുകളുടെ ക്ഷാമമാണോ വിഷയം, അതല്ല ഈ ഇവരെ പരിഗണിക്കുന്നതിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ എങ്ങനെയാണ് എന്നുള്ളത്? അങ്ങനെയല്ല, ഇപ്പൊ നമുക്കിപ്പോ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണെന്ന് കരുതി കഴിഞ്ഞാൽ അയാൾ RSS കാരനാണ്, RSSകാർക്കും നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പോൾ അയാൾ RSS നിലപാടാണ് ഒരു വിഷയത്തിൽ ഉന്നയിക്കുക എന്ന് ഞാൻ കരുതുന്നില്ല. ആ വിഷയം അങ്ങനത്തെ വിഷയമായിരിക്കില്ല. ഇനി അഥവാ RSS വിഷയമാണെങ്കിൽ RSS വിഷയത്തിൽ അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ പറയട്ടെ. അപ്പം നിരീക്ഷകരെന്ന് പറയുമ്പോൾ പരമാവധി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു എന്താ പറയുക പരിസ്ഥിതി പ്രശ്നമാണെങ്കിൽ ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നമ്മൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെ ഇല്ല, പരിമിതിയുണ്ട്, ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ല. പലപ്പോഴും നന്നായി എഴുതുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ പുതിയ പുതിയ ആളുകളിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അവർക്ക് എഴുതുന്ന പോലെ സംസാരിക്കാൻ കഴിയണമെന്നില്ല, അങ്ങനെ കഴിയണമെന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് വരുന്നവരെ ഒരിക്കൽ നന്നായി കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് വിളിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിലൊരു മാറ്റം വേണമെന്നും കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടി സ്ത്രീകൾ വരണം എന്നുള്ളതാണ്. സ്ത്രീകളെ നമ്മൾ എത്ര ശ്രമിച്ചാലും ചില സ്ത്രീപക്ഷ വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ സ്ത്രീകൾ വരുന്നുള്ളൂ എന്നുള്ളതല്ല. പൊതു രാഷ്ട്രീയത്തിൽ പ്രതികരിക്കുന്നവർ, രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവർ വളരെ കുറവാണ്. പൊതുവിഷയങ്ങൾ എടുത്താലും ചർച്ചകളിൽ പൊതുവെ സ്ത്രീകൾ കുറവാണ്. നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ, ഞാൻ പരമാവധി വിളിക്കാൻ നോക്കാറുണ്ട്. പലപ്പോഴും പലരും ഒഴിഞ്ഞു പോകാറാണ്, ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല, അവരുടെ ജോലിയിൽ തിരക്കിലായിരിക്കാം. പക്ഷെ അത് ബോധപൂർവം തന്നെ അതിൽ ചില മുഖങ്ങൾ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ടോപ്പിക്കിന്റെ കാര്യത്തിൽ വിമർശനം വരാറുണ്ട്, പക്ഷെ ഈ ഗസ്റ്റുകളുടെ കാര്യത്തിൽ വിമർശനം വരുമ്പോഴൊക്കെ ചാനൽ ചർച്ചകൾ എങ്ങനെയൊക്കെ ആകാം എന്ന രൂപത്തിലേക്ക് സ്മൃതിക്ക് സജഷൻ പറയാനുണ്ട്. കാരണം ഈ പറയുന്ന ട്രെൻഡുകളും മാർക്കറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ. അല്ല, ചാനൽ ചർച്ചകൾ ഇപ്പം നമ്മൾ പൊതുവെ ചർച്ചയ്ക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, ആ ദിവസത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എടുക്കാറ്. ചില ദിവസങ്ങളിൽ ആ ദിവസത്തെ ടോപ്പിക്ക് കിട്ടില്ല. അപ്പൊ ആ ദിവസത്തെ ടോപ്പിക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എടുക്കാറ്. അല്ലാതെ അതിലൊരു വേറൊരു ഗൂഢാലോചനയൊന്നും ഇന്ന വിഷയം എടുത്ത് ആരെങ്കിലും തീർക്കാമെന്ന് വിചാരിക്കും, അങ്ങനെയൊന്നുമില്ല. ഈ ഡിബേറ്റ് ലൈവ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വാഗ്വാദങ്ങളും തർക്കങ്ങളും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ചർച്ചക്ക് പുറത്തെ ഈ പാനലിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം, കാരണം അവരെ അതിൽ നിലക്ക് പിണക്കോ ബഹളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, പൊതുവെ ഇല്ല കേട്ടോ. പൊതുവെ നല്ല ബന്ധമാണ്. അവരുമായിട്ടൊക്കെ നമ്മൾ നന്നായി സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളും അവരോട് ചോദിച്ചറിയാറുണ്ട്. കുറേ ആളുകൾ അങ്ങനെയുണ്ട്, നമുക്ക് സ്ഥിരമായി നമ്മളോട് സംസാരിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുമായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഇപ്പം നമുക്ക് ചർച്ചയ്ക്ക് ആളുകളെ വിളിക്കാൻ നമുക്ക് അവിടെ ഒരാളുണ്ട്, അവിടെ അവരാണ് വിളിക്കാറ്, നമ്മൾ നേരിട്ട് വിളിക്കുന്നില്ല. മുമ്പൊക്കെ ആണെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കുന്നതുകൊണ്ട് പലരുമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് കുറച്ച് കൂടുതൽ സംസാരിക്കുകയായിരുന്നു. അത് സംസാരത്തിൽ കുറഞ്ഞിട്ടുണ്ട്, അത് കൂടണം, നല്ലതാണ് അത് സംസാരിക്കുന്നത്. ഇപ്പോൾ ക്യൂന് നൽകിയ സ്വരാജിന്റെ അഭിമുഖത്തിൽ സ്വരാജ് പറയുന്നുണ്ട് ഈ കുതിരപ്പുറത്ത് കയറി വരെ വാർത്ത വായിക്കേണ്ട സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ വാർത്താ വായനയിലും വാർത്താവതരണത്തിലൊക്കെ വരുന്ന പുതിയ മാറ്റങ്ങളെ ശരിക്കും സ്മൃതി എങ്ങനെയാണ് കാണുന്നത്? പുതിയ മാറ്റങ്ങളെ നന്നായി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതിന് ഭയങ്കരമായ ആരാധകരുണ്ട്. എനിക്ക് എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഞാൻ അത്ര ഫ്ലെക്സിബിൾ അല്ല എന്ന് എൻ്റെ മാനേജ്മെൻറ്റിനും അറിയാം. അപ്പം എനിക്ക് പറ്റുന്ന കാര്യങ്ങളെ എന്നെ ഏൽപ്പിക്കാറുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെതായ ഒരു വഴിയിലാണ് പോവാറ്. എനിക്കതിൻ്റെ ഗൗരവം വിട്ടുള്ള വല്ലാതെ ഒരു എന്താ പറയുക, അത്രയും ഫ്ലെക്സിബിളായി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരാളല്ല. ഈ മാധ്യമ പ്രവർത്തകർക്കെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ മാപ്രവിളി മുതൽ ഇങ്ങോട്ട് അതിനെ ഒരു തരത്തിൽ വിചാരണ ചെയ്യുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ ഈ മാധ്യമ വിമർശനം എങ്ങനെയാകാം എങ്ങനെയാകരുത് എന്നുള്ളതൊരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനെ എങ്ങനെയാണ് ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് സംസാരിക്കുക? ഇല്ല, മാധ്യമ പ്രവർത്തനത്തിൽ വിമർശനം ആകാം, വിമർശനത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ മാധ്യമ പ്രവർത്തനത്തിൽ വിമർശനം എന്ന് പറയുന്നത്, ചില വിമർശകർ എന്ന് പറയുന്നത്, ഞാൻ എവിടെയോ ഒരു വാക്ക് വായിച്ചിരുന്നു,
പ്രയോജനകരമായ ഇടതുപക്ഷം, അതായത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചിലർ പ്രത്യേക ഗ്രൂപ്പുണ്ട്. അവർ തുടർച്ചയായി അവർ ഗൗരവത്തിൽ മാധ്യമപ്രവർത്തനത്തെ കാണും. അവർ മാത്രമേ ഗൗരവത്തിൽ മാധ്യമപ്രവർത്തനത്തെ കാണുന്നുള്ളൂ. അവരാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തകർ എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഘട്ടത്തിൽ മാത്രം വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടതു സർക്കാരുമായി ബന്ധപ്പെട്ട ഗൗരവത്തിലുള്ള വിഷയങ്ങളിൽ അവരുടെ വിമർശനം കാണുകയില്ല. അപ്രത്യക്ഷം പ്രയോജനകരമായ ഇടതുപക്ഷം. അപ്പം ആ പ്രയോജനം അവർക്ക് അതുകൊണ്ട് പല തരത്തിലും കിട്ടുന്നുണ്ടാകാം. അങ്ങനെ ഒരു കുറച്ച് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ട്. വിമർശനമാകാം, നല്ല വിമർശനം നല്ല മനസ്സോട് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായ പുച്ഛഭാവം മുഖത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ അങ്ങനെ ശരിക്കും ഞാൻ നോക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടോ? ഞാൻ പുച്ഛത്തിൽ പറയുന്നതല്ല, പക്ഷെ എൻ്റെ മുഖത്തേക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണല്ലോ. ഞാൻ തിരുത്താൻ തയ്യാറുമാണ്. അതല്ലാതെ മോശം തരത്തിൽ സംസാരിച്ചുകൊണ്ടല്ലോ മോശം ഭാഷയിൽ നമ്മളോട് തിരുത്താൻ വരുന്ന ആൾക്കാർ നമ്മൾ പോയി പണി നോക്കാനായി പറയും. ഈ ആർ ശ്രീകണ്ഠൻ നായർ മനീഷ് നാരായണൻ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോഴും ഒരു തോറ്റു കൊടുക്കാൻ തയ്യാറായ ഒരു കാര്യം എന്നുള്ളത് ചാനലുകൾ തമ്മിലുള്ള ഈ ടെലിവിഷൻ ചാനൽ തമ്മിലുള്ള ശത്രുതയുടെ വിഷയത്തിലാണ്. അത് പരിഹരിക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതിനൊരു സംവിധാനമായില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്മൃതി നേരത്തെ പറഞ്ഞ പോലെ വൈവിധ്യങ്ങളായ ടെലിവിഷൻ ചാനലുകളുടെ ഭാഗം എന്നൊരാളെന്ന നിലയ്ക്ക് ഈ പറയുന്ന ഒരു വാർത്തകൾ തമ്മിലെ മത്സരത്തിനപ്പുറത്തേക്ക് ഈ പറയുന്നൊരു മത്സര സംവിധാനം ഉണ്ടോ? അങ്ങനെ ആയി തുടങ്ങി. അത് നല്ല ട്രെൻഡല്ല. അത് പലപ്പോഴും ഒരു സ്ഥാപനത്തിലെ ഒരാൾക്കെതിരെ വാർത്ത വരികയാണെങ്കിൽ എന്നാൽ പിന്നെ അയാളുടെ പേര് പറഞ്ഞു ഉടനെ തന്നെ കൊടുക്കുക. മുമ്പാണെങ്കിൽ അതങ്ങനെ കൊടുക്കരുതെന്നൊരു മര്യാദ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ. അത് ശരിയായ രീതിയല്ല. ഈ ചർച്ചകളിലെ ആങ്കർമാർ ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് അവരുടെ നിലപാട് അവതരിപ്പിച്ച ശേഷം ഒരു ഇൻട്രോ പറഞ്ഞ ശേഷമാണ് പിന്നെ പാനലിസ്റ്റുകളെ ക്ഷണിക്കുന്നതും അവരോട് ചോദ്യം ചോദിക്കുന്നതൊക്കെ. അപ്പൊ നമ്മളെ നിലപാട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം എന്ന രൂപത്തിലേക്ക് ഇതിന്റെ ഒരു സംവിധാനത്തെ മാറ്റുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്നുള്ളത്. അതിപ്പം നമ്മളിപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ആ ദിവസത്തെ ഏറ്റവും ഗൗരവത്തിലുള്ള ഏതെങ്കിലും വിമർശനം ഉയരുന്ന ഒരു വിഷയമായിരിക്കല്ലോ എടുത്തിട്ടുള്ളത്. ഹോട്ട് ടോപ്പിക്കാണ് എടുക്കുക. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും ഒരു നിലപാട് നമുക്ക് ഉണ്ടാകും. ആ നിലപാട് അതിൻ്റെ ഇൻട്രോ ആയിട്ട് വരും എന്ന് വെച്ചിട്ട് പിന്നീട് ഒരുപക്ഷെ ചർച്ച പുരോഗമിക്കുമ്പോൾ ആ നിലപാട് മാറ്റുന്ന വിധത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എത്തുന്ന അതിഥികളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിലപാട് നമ്മൾ മാറ്റും. അതെൻ്റെ പിഴവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്ക് മാറാം. പക്ഷേ നമുക്ക് ആദ്യം നമ്മുടെ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ ആ വിഷയം പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതാണ് അതിൻ്റെ ഇൻട്രോ ആയിട്ട് വരുന്നത്. ആ ഇൻട്രോനെ അല്ലാതെ പ്രാസം ഒപ്പിച്ചിട്ടുള്ള ഒരു സംഗീതമാക്കാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഈ മെന്റൽ ഹെൽത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കാരണം വാർത്തകളെ പരിശോധിച്ചാൽ ബഹളങ്ങളും അപകടങ്ങളും മരണങ്ങളും ഒരുപക്ഷെ നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളുടെ എണ്ണം എന്നുള്ളത് പലപ്പോഴും കുറവായിരിക്കും. എൻ്റെ ചർച്ചയുടെ ഇടയിലാണ് പിന്നെ അവിടേക്ക് തിരയാൻ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പിന്നെ ആ ചർച്ച അങ്ങനെ പിന്നെ നീണ്ടുപോവുകയാണ്. ഞങ്ങൾ മീറ്റ് എഡിറ്റേഴ്സ് വേണ്ടെന്ന് വെക്കുന്നു. പിന്നെ ആ തെരച്ചിലിന്റെ ഭാഗമായി ഞങ്ങളുടെ റിപ്പോർട്ടറും ആ സംഘത്തിനൊപ്പം പോകുന്നു. അവിടെ നാട്ടുകാരും ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വിഷ്വലാണല്ലോ, ആ കാട്ടിനകത്തേക്ക് പോകുന്നതും. പിന്നെ ആളുകളും ആ വാർത്തയിലാണ് നിൽക്കുന്നത്. പിന്നെ അത് ഒരു അതിക്രൂരമായ കൊലപാതകമാണ്. അപ്പോൾ അത് ആ നാട്ടുകാർ ഈ പറഞ്ഞ പോലെ ഈ ആളെ കിട്ടണം എന്നുള്ള രൂപത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്തയുടെ പിന്നാലെ പോകുന്നു. ആ വാർത്ത കൊടുത്തല്ലേ പറ്റൂ. ആ വാർത്തയാണ് ആളുകൾ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം. വാർത്ത കൊടുക്കാതിരുന്നൊരു കാര്യമുണ്ട്. ആ 2 കുട്ടികൾക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അന്നത്തെ ആ ദിവസം ആ കുട്ടികളെ എന്തിനാണ് ചർച്ചയ്ക്ക് കൊണ്ടിരുത്തുന്നത് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ചർച്ചയ്ക്ക് അവരെ സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തുന്നൊന്നുമില്ല. അവരിയ്ക്കുന്ന ഇടത്ത് നമ്മൾ ക്യാമറ ഇട്ടിട്ട് പറയേണ്ട കാര്യങ്ങൾ തുടക്കത്തിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് കുട്ടികളെ ലക്ഷ്യമിട്ടിരുന്ന അവർ അതാണ് ഭയക്കുന്നത്. അതിനി പുറത്തേക്ക് ഇറങ്ങരുത്, ആ പ്രതി ഇനി പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ അവർ ആ സമയത്ത് അച്ഛനും അമ്മയും ഇല്ലാതായ കുട്ടികൾക്ക് അവർ പറയണ്ടേ. ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകണം. ഇനി എല്ലാത്തിലും അങ്ങനെ മരിച്ച ദിവസം തന്നെ അവരുടെ ബന്ധുക്കൾ വന്നിരിക്കണം. മരണ വീട്ടിലെ ക്യാമറ എന്ന് പറയുന്നത് മരണ വീട്ടിനകത്തേക്ക് ക്യാമറ നിർബന്ധപൂർവ്വം വലിച്ചു കൊണ്ടുപോകുന്നതിനോടൊന്നും യോജിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും ചില കാര്യങ്ങൾ ആ ക്യാമറ എത്തുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ അതിന്മേൽ ഒരു റിസൾട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ കാണാതായ വാർത്ത ഉണ്ടായിരുന്നല്ലോ കൊല്ലത്ത്. അന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകരെ വിഷ്വൽ മീഡിയയെ ഭയങ്കരമായി പരിഹസിക്കുകയും ഭയങ്കരമായി അതിനകത്ത് ഇടിച്ചു കയറുകയായിരുന്നു, ഇൻക്ലൂഡ് ചെയ്യുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ ആ കുടുംബം അന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ പോയതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതിൽ അന്ന് അവിടെ കയറിയത് കൊണ്ടാണ് അതിന്മേൽ പല കാര്യങ്ങളും ഉണ്ടായത്.
ചില കാര്യങ്ങൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതികൾ ഇങ്ങനെയാണോ എന്നിട്ട് പഴയ രീതിയിൽ നിന്ന് മാറി സംഭവിക്കുമ്പോൾ അത്തരം ചർച്ചകൾ ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായി അവരത് ആഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ടാണ്, അല്ലാതെ നമുക്കൊരു വീട്ടിലേക്ക് കയറ്റാതെ വീട്ടിലേക്ക് കയറില്ലല്ലോ. അങ്ങനെ പിന്നെ അതിൽ കാണാതായി എന്നതിൽ നിന്നപ്പുറം വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടിയെ കണ്ടെത്തുന്നവരെ ആ നാട്ടുകാരടക്കം ഇറങ്ങി പോകുന്ന രീതിയിലേക്ക്, വഴിയിലെ ആളുകൾ മുഴുവൻ തെരച്ചിലേക്ക് പോകുന്ന രീതിയിലേക്ക് അത് എന്തുകൊണ്ട് പോയി? അത് ആ മാധ്യമപ്രവർത്തകർ തത്സമയം അത് ലൈവ് വിഷയത്തെ വിശാലമാക്കി വിശാലമാക്കിയെന്ന് വെച്ചാൽ നമ്മളാണ് അത് തുടങ്ങിയത്, റിപ്പോർട്ടാണ് തുടങ്ങിയത്. റിപ്പോർട്ടർ അത് ആ വാർത്തയിൽ മാത്രം നിന്നുകൊണ്ട്, അതായത് ഒരു വാർത്തയിൽ നിന്നുകൊണ്ട് അതിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്ന രീതി തുടങ്ങിയത് യഥാർത്ഥത്തിൽ റിപ്പോർട്ടാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചകൾ വ്യവസ്ഥ നടക്കട്ടെ, പല കാര്യങ്ങളിലും അതിൽ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഷിറൂരിൻ്റെ കാര്യത്തിൽ ആ യുവാവ് മരിച്ചില്ലേ, 2 ദിവസം കഴിഞ്ഞാൽ മരിച്ചിട്ടുണ്ടാകില്ലേ, പിന്നെ എവിടെ ജീവനോടെ ഉണ്ടോ എന്ന ചർച്ചകൾ നടക്കുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ ഒരു മനുഷ്യ ജീവന് കൊടുക്കുന്ന ഒരു വിലയുണ്ടല്ലോ, അവിടെ ഒരു തിരച്ചിൽ തന്നെ വേണ്ടതില്ല, മരിച്ചിട്ടുണ്ടാകാം എന്ന മട്ടിൽ പറഞ്ഞു പോകുന്ന ഒരു സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അവരെ കൊണ്ട് ആ തിരച്ചിലിലേക്ക് എത്തിക്കാനും ആ കുടുംബത്തിന് അയാൾ മരിച്ചു എന്നൊരു ഉറപ്പ് വരുത്താനും കഴിഞ്ഞത് എങ്ങനെയാണ്? അത് തത്സമയം കൊടുത്തുകൊണ്ടാണല്ലോ. അപ്പോൾ അതൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷിരൂർ ഒരു യഥാർത്ഥത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പല വിഷയങ്ങളും, ആ കുട്ടിയെ കണ്ടെത്തിയതും അങ്ങനെയാണ്, മറ്റേ കൊല്ലത്ത് കുട്ടിയെ കണ്ടെത്തിയതും അങ്ങനെയാണ്. അതിനെപ്പറ്റി വിമർശനങ്ങളും ഉണ്ടാകും, നല്ല രീതിയിലുള്ള ചർച്ചകൾ എടുക്കും. ആത്യന്തികമായി അതിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും റിസൾട്ടിലേക്ക്. ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ പാലക്കാട് ആനക്കരയിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥി ഹെഡ് മാസ്റ്ററോട് നടത്തിയ സംഭവമൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ആശങ്ക കൂടെ ഉള്ളത്, ആ കുട്ടിയുടെ മുഖം കാണിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പല ദൃശ്യമാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നത്. പിന്നീട് മുഖം മറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ആ കുട്ടിയുടെ ദൃശ്യത്തെ വീണ്ടും വീണ്ടും റീലിലും ലൈവിലും നമ്മുടെ പ്രൈം ടൈം ഡിബേറ്റിലേക്ക് കാണിക്കുന്നു. അപ്പോൾ ഈ മൈനറായ കുട്ടികളുടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടതാണ്, ഉറപ്പായിട്ടും വേണ്ടതാണ്. നമ്മളതിൽ ആ കുട്ടി അങ്ങനെ കാണിക്കരുത് എന്ന് തന്നെയാണ് നമ്മൾ ആ വാർത്തയിൽ കൊടുത്തിരുന്നത്. ആ വാർത്ത ആദ്യം പോയി, സത്യമായിട്ടും അങ്ങനെ ഒരു വാർത്ത പോകുമല്ലോ, അത് ഭയങ്കരമായി ഞെട്ടിക്കുന്ന കാര്യമാണ്. ഒരു അധ്യാപകനെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നത്, പിന്നെ ആ ചിത്രീകരിക്കുന്ന ഒരു അധ്യാപകൻ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തുകൂടാ. കാരണം നാളെ ആ കുട്ടി അതിൽ നിന്ന് മാറുകയും സ്വഭാവം മാറി നന്നായി വരികയും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഒന്നുകൂടി കൂടുതൽ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക്, ഇതിലും കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് ആ കുട്ടിയെ മാറ്റുകയല്ലോ വേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ ചർച്ചകൾ പിന്നീട് നടന്നു. ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ വാളയാർ പെൺകുട്ടികൾ കേസുമായി ബന്ധപ്പെട്ട് സ്മൃതി റിപ്പോർട്ടറിലൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ റിപ്പോർട്ടറിൽ ഉണ്ടായിരുന്ന ഒരാളുടെ തന്നെ പ്രതികരണം ഈ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഡോക്യുമെന്ററി എടുത്തിരുന്നു, പക്ഷേ നമ്മുടെ പൊതുബോധത്തിനൊപ്പം നിൽക്കണമെന്നാണ് നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്നുള്ളത്, ഈ CBI റിപ്പോർട്ടിനെ മാധ്യമങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ലല്ലോ. ഞാൻ CBI റിപ്പോർട്ടിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ആ വിഷയത്തിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം എങ്ങനെ പോകുന്നു? കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിലുള്ള ആരോപണം ശരിയായി ആണെങ്കിൽ തന്നെ അങ്ങനെ എങ്ങനെ ഒരു കുടുംബത്തിന് പോകാൻ പറ്റും? നമ്മുടെ ഒരു സ്ഥിതി അങ്ങനെയല്ലേ, അവിടുത്തെ ജീവിതങ്ങൾ അങ്ങനെയല്ലേ. അപ്പോൾ ജീവിതങ്ങൾ അങ്ങനെ ആക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആത്യന്തികമായ ആർക്കായിരിക്കും? അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്കൊക്കെ ചർച്ച പോകേണ്ടതുണ്ട്. അല്ലാതെ 2 പെൺമക്കളെ അങ്ങ് കൊല്ലാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ പോകട്ടെ എന്ന് കുടുംബം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ രൂപത്തിലേക്കൊക്കെ ആ ജീവിതങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ആ നിലവാരം ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായി എവിടെയാണ് പിഴവ് പറ്റിയെന്നാണ് പരിശോധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ദേശീയ മാധ്യമങ്ങളുടെ കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഭരണകൂട ഭീകരത, മാധ്യമങ്ങളൊക്കെ അടിച്ചമർത്തുന്നു, കേസെടുക്കുന്നു എന്നുള്ളതൊക്കെ. സ്മൃതി കഴിഞ്ഞൊരു 20 വർഷത്തിലേറെയായി കേരളത്തിൽ പുറത്തുനിന്ന ഒരാളെന്ന നിലയ്ക്ക് കേരളത്തിൽ അത്തരം സംവിധാനങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റങ്ങൾ, നിലവിലെ സ്ഥിതി, വെല്ലുവിളിയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലും ഇവിടെയും പലപ്പോഴും അങ്ങനെ കേസെടുക്കുകയും എന്താ പറയുക, ഒരു രാഷ്ട്രീയ ഇഷ്ടലാക്കോടുകൂടി നടപടി എടുക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദേശീയ തലത്തിൽ കുറച്ചുകൂടി ഗൗരവത്തിലും അതൊരു എന്താ പറയുക, സർക്കാരിനൊപ്പം നിൽക്കാത്തവരെ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 1-2 മാധ്യമപ്രവർത്തകരെ ആയിരിക്കാം ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും അസഹിഷ്ണുത എന്നുള്ളത് ഉണ്ടെന്നേ, അതിവിടെ നിലവിലുണ്ട്. അത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് ഒരു വശത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ ഘോരഘോരമായി പ്രസംഗിക്കുക, അപ്പുറത്ത് ഞങ്ങൾക്കെതിരെ പറയുന്നവരെ സഹിക്കാനേ പറ്റില്ല എന്ന നിലപാടെടുക്കുക എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. ഈ ദേശാഭിമാനിയുടെ പത്രാധിപ അംഗമായിരുന്ന അച്ഛനിൽ നിന്നാണോ ഈ തുടക്കകാല മാധ്യമ പ്രവർത്തനത്തിന് ടേസ്റ്റ് വരുന്നത്? എങ്ങനെയാണ് ഈ കുട്ടിക്കാലം ശരിക്കും രൂപപ്പെട്ടു വന്നത്? അച്ഛൻ വീക്ക്ലിയുടെ എഡിറ്റർ ആയിരുന്നു. അച്ഛൻ സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ അറിയാം. അങ്ങനെയുള്ളൊരു കുട്ടിക്കാലായിരുന്നു. പുസ്തകങ്ങൾ വായന അങ്ങനെയൊക്കെയുള്ള. അപ്പം മാധ്യമപ്രവർത്തകയാകണം എന്നുള്ളത് ദൂരദർശനമൊക്കെ കണ്ട് വാർത്ത വായിക്കണം എന്നൊക്കെ ആഗ്രഹം ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെയോ അങ്ങനെ
കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരു മാധ്യമ പ്രവർത്തകയായി ഇത്രയും വർഷം പൊതുരംഗത്തുള്ള ഒരാളെന്ന നിലക്ക് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തതിൽ അഭിമാനബോധം അല്ല അഭിമാന നിമിഷം നിനക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഘട്ടങ്ങൾ? ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടല്ലോ. ഈ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം മീഡിയ വേണ്ട കേസിലെ കാര്യത്തിലായാലും ആ റിസൾട്ട് അവസാനം കോടതി വിധി വരുമ്പോൾ ഞാൻ അവിടെ ഇല്ല. അപ്പോഴത്തേക്കും ഞാൻ റിപ്പോർട്ടിലേക്ക് സ്റ്റാൻഡ് ക്ലിയർ ആയിരുന്നു അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പം ആത്യന്തികമായി സത്യം വിജയിക്കും ഏതെങ്കിലും ഒരു കാലത്ത് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ചില വാർത്തകൾ കൈകാര്യം ചെയ്തിട്ട് അതിൻ്റെ അവസാനം ഉണ്ടാകുന്ന റിസൾട്ട് സന്തോഷം തരാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യം സംസാരിച്ചു, പിന്നെ ചർച്ച അങ്ങനെ മാറിപ്പോയെങ്കിൽ കൂടെ ഇപ്പോൾ വ്യക്തിപരമായി ഇതിന്റെ ഒരു വൈകാരികത പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പോൾ വാർത്തകളിൽ ഇപ്പോൾ ചെറിയ കുട്ടികളുടെ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ അവരുടെ പ്രയാസങ്ങളെ കുറിച്ചുള്ള വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ, ഇത് വ്യക്തിപരമായി ശരിക്കും ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ചില കാര്യങ്ങൾ വല്ലാണ്ട് ബാധിക്കാറുണ്ട്. ബാധിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ തത്സമയം നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നേരിട്ട് അല്ലാതെ ഉറക്കുന്ന കാര്യം KK രമയെ ഇന്റർവ്യൂ ചെയ്തതാണ്. TP മരിച്ചതിൻ്റെ പിറ്റേ ദിവസം പോയിട്ടാണ് അന്ന് അഭിമുഖം ചെയ്യുന്നത്. അന്ന് ഞാൻ റിപ്പോർട്ടുള്ള ആ സമയം. അന്ന് എൻ്റെ അഭിമുഖത്തിൽ അവർ കരയാതെ അന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ധൈര്യമുള്ള സ്ത്രീയായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള സ്ത്രീയാണ്. ഈ വാർത്തക്കപ്പുറത്തെ വിനോദങ്ങൾ ശരിക്കും എങ്ങനെയാണ്? ഇപ്പൊ സിനിമ, എഴുത്ത്, വായന, അത്തരം കാര്യങ്ങളൊക്കെ. കാരണം അച്ഛനും അങ്ങനെ ഒരു വായനയുമായി ബന്ധപ്പെട്ട അറ്റ്മോസ്ഫിയറിലെ ആളായിരുന്നല്ലോ. അതെ അതെ, എനിക്ക് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് വായനയൊന്നും നടക്കുന്നില്ല. നമ്മുടെ ജോലി ഭയങ്കര ഹെക്റ്റിക്കാണ്. രാവിലെ പോയി രാത്രി വന്ന് കിടന്നുറങ്ങാന്നുള്ള രീതി. പത്രം തന്നെ മുഴുവൻ വായിക്കാൻ പറ്റിയ വലിയ ഭാഗ്യം എന്നുള്ളതാണ്. പാട്ട്, സംഗീതം ഒക്കെ താല്പര്യമുള്ള കേൾക്കാൻ. ഇതിന്റെ അപ്പുറത്തേക്കുള്ള യാത്ര, അതല്ലെങ്കിൽ കാരണം ഈ പലപ്പോഴും പറയാറുള്ളത് വാർത്ത എന്നുള്ളത് ഒരു ഗോളത്തിനുള്ളിൽ കുടുങ്ങിയതുപോലെ ഉള്ളത്. അപ്പൊ ഇതിന് ശരിക്കും ഇതിന്റെ പുറത്തുള്ള ഒരു ലൈഫ് ശരിക്ക് എങ്ങനെയാണ് ചെയ്യുന്നുണ്ട്? അത് പുറത്തുള്ള ലൈഫ് എനിക്ക് ആഗ്രഹമുണ്ട്, ഇടയ്ക്കെങ്കിലും ഒക്കെ വേണം. എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരുപാട് യാത്രകൾ ചെയ്യാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം.